സൂക്ഷിച്ചു വെട്ടണേ പോലെ ചേട്ടാ, തൂക്കം കുറഞ്ഞു പോകരുത്. ഞാനൊരു സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, തലയുമാലും അളന്നു മുറിക്കാന്. അതെടുത്ത് കുറച്ച് അനാഥ പിള്ളേർക്ക് സൂപ്പ് വെച്ചു കൊടുക്കും. തലയുമാലൊക്കെ അത്രയും കളയണോ പൗലോച്ച? സ്കെയിൽ വെച്ചൊക്കെ അളന്ന് നോക്കിയാലേ പൗലോച്ചന്റെ പണി പോകും കേട്ടോ. ഓ, അതുകൊണ്ട് എന്റെ പണി പോവാണെങ്കിൽ പോട്ടറിനോടെ പൗലോച്ചന്റെ ധൈര്യം സമ്മതിക്കണം. ആ, നീ എടുത്തോണ്ട് പോവണേ, ആടിന് കൊടുക്ക. എടുത്തോടി, പാടി വണ്ണേ, എടുത്തോ. നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ എടുത്തുതരാം. സഞ്ചി തുറക്ക്, തുറക്ക്. നീ കൊണ്ടുപോക്കോ, ബാക്കി കാര്യം ഞാനല്ലേ. അവിടെ നിക്ക് പൗലോസേട്ടാ, ഈ സഞ്ചിയിലോട്ട് വെച്ചുകൊടുത്ത സാധനം തിരിച്ചെടുത്ത്. എനിക്ക് സൗകര്യപ്പെടുത്തല്ലോ കുഞ്ഞെ, വേറെ ആളെ നോക്കാം. അതെടുത്ത് വെച്ചിട്ട് മാത്രം പൗലോസേട്ടൻ ഈ വീട്ടിലെ ജോലികൾ ചെയ്താ മതി. പറഞ്ഞ പോലെ ചെയ്യും പൗലോസേട്ടാ. എന്നാ ഇവിടെ എന്നാ മോളെ പ്രശ്നം? ഒരു ചെറിയ കാര്യം വലിയ പച്ചൻ ഇതിനകത്ത് ഇടപെടാതിരിക്കുന്നതാ നല്ലത്. എന്ത് ചെയ്യാൻ പോവാ? ഞാൻ പറഞ്ഞ പോലെ ചെയ്യാതെ താൻ വേറെന്തെങ്കിലും ജോലി ചെയ്താ തന്റെ പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. എനിക്കിവിടെ ശമ്പളം തരുന്ന ഒരു മുതലാളി ഉണ്ടല്ലോ. ആ മുതലാളിന്റെ അടുത്തോട്ട് ചെല്ല്, ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. എനിക്കൊന്നും വേണ്ടായേ, ഞാൻ പോയേക്കോ. എന്നതാണ് ഇവിടെ നടന്നത്? ഞാൻ മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചോണ്ട് വന്നു, അത്രേ എനിക്കറിയുള്ളൂ. എന്താ പൗലോസേ, പരാതി കാണോ? ഒരു ചെറിയ സങ്കടം പറയാനുണ്ടായിരുന്നേ. ഇങ്ങ് അടുത്തോട്ട് വന്നേ. എന്താണ് പുതിയ പ്രശ്നം? കേരള സാറിന്റെ മോള് ഇന്നും കിച്ചണിൽ കയറി വന്നു. കയറരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നതാണല്ലോ. ഒരു രക്ഷയില്ല സാറേ, ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്താണ് കാര്യം എന്ന് പറ. എന്നോട് പറഞ്ഞു ജോലി ചെയ്യണ്ടെന്ന്. ആ വേലക്കാരി വേസ്റ്റ് എടുത്തപ്പോ അവരോട് തട്ടിക്കയറി. കൊണ്ടുപോകണ്ട, അതവിടെ വെച്ചിട്ട് പോയി. ഇങ്ങനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ സാറേ. എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കത്തില്ലെന്നാ പറയുന്നത്. ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. അലീന, നീ എന്തിനാ കിച്ചണിൽ നിന്ന് പൗലോസിന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത്? ഞാൻ ആരോടും വഴക്കുണ്ടാക്കിയില്ല. പച്ച കള്ളം പറയോ? അവളോട് പോയി ഡയാന റോസിൻ ഫെർണാണ്ടസ്, അവളെല്ലാം കേട്ടോണ്ടിരിക്കുവായിരുന്നു. അവള് മാത്രമല്ല, വിനോദം ഉണ്ടായിരുന്നു സാക്ഷി. അവള് മേടിച്ചിറങ്ങി പോയി, പറയാ വിനോദം പോയി. എന്താ പച്ച പ്രശ്നം? ഇത്രയും കാലം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അലീന കുഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുക, ഇവിടെ ജോലി ചെയ്യരുതെന്ന്. അലീന, ഞാനാണ് പൗലോസിനെ കുക്കായി നിയമിച്ചത്. നീ ഇവനെ പിരിച്ചുവിടുന്ന ഭീഷണിപ്പെടുത്തിയോ? ഞാൻ പൗലോസേട്ടനോട് എന്താ പറഞ്ഞത്? അലീന, വേലക്കാരിക്ക് കൊടുത്തുവിടാൻ മുറിച്ചു വെച്ച മീൻ ആ കവറിലുണ്ട്. അതിവിടെ വെക്കാനല്ലേ ഞാൻ പൗലോസേട്ടനോട് പറഞ്ഞത്.
മനസ്സില്ലെങ്കിൽ ഈ കിച്ചണിലെ ഒരു ജോലിയും പൗലോസ് ഏട്ടൻ ചെയ്യണ്ട. കേരള സാർ പറയട്ടെ, ഞാനിവിടെ ജോലി ചെയ്യണോ വേണ്ടെന്ന്. കേണൽ സാറിന്റെ മകളാ പറയുന്നത്. തേയിലക്കാരിക്ക് പൊതിഞ്ഞു കൊടുത്ത മീൻ കഷ്ണങ്ങൾ ആ കവറിനടുത്ത് ആ സ്ലാബിലോട്ട് വെക്ക്. അത് പറ്റത്തില്ലെങ്കിൽ താൻ ഈ പണി നിർത്തി തന്നെ വീട്ടിലോട്ട് പോകും. അലീന പറഞ്ഞത് കേട്ടില്ല. അവള് പറഞ്ഞത് അനുസരിക്കാൻ നിനക്ക് പറ്റുമോ ഇല്ലയോ? അത് തുറന്ന് അതിലുള്ള സാധനം ആ ബേസിനിലോട്ടിട്ട്. അത് കണ്ടോ? വേലക്കാരിക്ക് മുറിച്ചു കൊടുത്തതാ. ഇത് എന്നാ മുറിയാണോ നീ മുറിച്ചേക്കുന്നേ? ഒരു വലിയ മീനിന്റെ പകുതിയും മുറിച്ച് വേലക്കാരത്തിക്ക് കൊടുത്തേക്ക്. തിന്നുന്ന ചോറിന് നന്ദിയുണ്ടോ? വേലക്കാരിക്ക് കൊടുത്തോട്ടെ, പക്ഷെ ഇമാതിരി കൊടുപ്പ് വേണ്ട. ഇത് കള്ളക്കടത്താ. ഇത് മാത്രല്ല, ഈ വീട്ടിലെ പല സാധനങ്ങളും ഇങ്ങനെ കടത്തുന്നുണ്ട്. ഇനി അത് വേണ്ട. എന്റെ പപ്പയ്ക്ക് ചോറും കറിയും വെച്ചു കൊടുക്കാൻ പഠിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പപ്പയ്ക്ക് മാത്രമല്ല, കൂടെ 25 പേരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് മതി അവർക്ക് ആഹാരം വെച്ച് കൊടുക്കാൻ. അല്ല പിന്നെ സോറി പപ്പ. ഇവിടെ ഉള്ളൊരു പപ്പയെ പറ്റിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കത്തില്ല. എതിർക്കും. പപ്പ എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചാലും വേണ്ടില്ല. ഞാനിച്ചിരുന്ന് കണ്ടോ? ഇവരെ ഒന്നും ഊണിലും ഉറക്കത്തിലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മതി മതി. പൗലോസിന്റെ ജോലി ഇപ്പൊ നിനക്ക് ശരിക്കും മനസ്സിലായോടാ അലീന ആരാണെന്ന്? എന്റെ മകന്റെ മോളാ അവള്. മറന്നു പോകാതെ കുറിച്ച് വെച്ചു നീ. അലീന, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ഓർക്കുന്നില്ല. പൗലോസിനോട് വഴക്കിന് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ വഴക്കിന് പോയില്ല. നിന്നോട് കിച്ചണിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പൗലോസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നു ഞാൻ നിന്നോട് പറഞ്ഞു. അപ്പ അത് വേണ്ട പോലെ നോക്കിയില്ല. ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം നീ അതിൽ ഇടപെടണ്ട എന്നാണ്. ആരും എന്നെ ധിക്കരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതെന്റെ സ്വന്തം അപ്പനാണെങ്കിൽ പോലും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പപ്പ അത് പറ. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നീ അനുസരണക്കേട് കാണിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്ത്രീകൾ ഇടപെടുന്നത് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല. ആവശ്യമില്ലാത്ത കാര്യത്തിലല്ല ഞാൻ ഇടപെട്ടത്. കിച്ചണിലെ ജോലിക്കാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്ന് പപ്പയെ ചൂഷണം ചെയ്യുക. ഞാനത് ചോദ്യം ചെയ്തു, അത്രേ ഉള്ളൂ. അവരെല്ലാം വളരെ വർഷങ്ങളായി എന്റെ കൂടെ നിൽക്കുന്നവരാണ്. അവരുടെ ജോലി അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. അത് പപ്പയുടെ തെറ്റിദ്ധാരണയാ. അവര് കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇടപെട്ടത്. കേടായ പച്ചക്കറി എടുത്തു കളഞ്ഞത് കൊണ്ടോ ഒരു മീനിന്റെ തലയൽപ്പം കൂടുതൽ മുറിച്ചത് കൊണ്ടോ സ്റ്റാൻലി ജോസഫിന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് നീ മനസ്സിലാക്കണം.
അതിനേക്കാളൊക്കെയുള്ള വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു റൂട്ടീനുണ്ട്. ചിലപ്പോ ചില നഷ്ടങ്ങൾ സംഭവിച്ചെന്ന് വരാം. അതിലൊക്കെ കയറി ഇടപെട്ട് നീ എനിക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാക്കി തരേണ്ട. അതുകൊണ്ട് എനിക്കൊന്നും നേടാനുമില്ല. കുളത്തിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചാൽ എന്താകാൻ? പപ്പയ്ക്ക് ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നുന്നത് അത്രയധികം സ്വത്തുള്ളത് കൊണ്ടായിരിക്കും. അലീന, അവർ എന്തെങ്കിലും ചെയ്തോട്ടെ. അവർ സന്തോഷത്തോടെ ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് വെച്ച് വിളമ്പിച്ചിരുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും. ഒരു സ്പൂൺ ഉപ്പ് കൂടുതലിട്ടാൽ തീർന്നില്ലേ? എരിവ്, പൊടി, മധുരം ഇവയൊക്കെ പാകത്തിന് ചേർത്തില്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ? അവരത് കൃത്യമായിട്ട് വേണ്ട പോലെ ചേർത്ത് പാകം ചെയ്ത് തരാൻ വേണ്ടിയല്ലേ നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? അവരത് ചെയ്യുന്നുണ്ടല്ലോ. നീ അതിലൊന്നും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ അടുക്കളക്കാരി നോക്കാനല്ല. നിനക്ക് സുഖമായി താമസിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. നിനക്ക് എന്തെല്ലാം വേണം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരാം. നിനക്ക് എവിടെയൊക്കെ പോകണം? ഞാൻ നിന്നെ കൊണ്ടുപോകാം. നിനക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം, ഞാൻ കൊണ്ടുപോകാം. നിനക്ക് പാസ്പോർട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഉടനെ ഒരു പാസ്പോർട്ട് എടുക്കണം. നിനക്ക് ഡ്രൈവിംഗ് അറിയാം? ഇല്ലല്ലോ, അത് പഠിപ്പിക്കാൻ ഞാൻ ഏർപ്പാടാക്കാം. എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. അന്റാർട്ടിക്കയിൽ പോണോ നിനക്ക്? അതൊക്കെ പിന്നെ മതി. ആദ്യം എനിക്ക് ഇവിടുത്തെ അടുക്കള വരെ പോയി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് പപ്പതാ. അത് തരുന്നില്ലെങ്കിൽ വേറെ ഒന്നും പപ്പ എനിക്ക് തരണ്ട. നീ ഇത്ര സില്ലിയാവരുത് അലീന. നിനക്കൊരു രാജകുമാരിയെ പോലെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി തരുന്നുണ്ട്. നീ അങ്ങനെയാണ് സ്വയം കരുതേണ്ടതും ജീവിക്കേണ്ടതും. അതല്ലാതെ കിച്ചണിൽ കയറി അടുക്കള ജോലിക്കാരോട് പിച്ചക്കണക്ക് പറഞ്ഞ് അവരോട് തർക്കിച്ചും വഴക്കുണ്ടാക്കിയും നീ നിന്റെ വില കുറച്ച് കളയരുത്. ഇവിടെ എന്റെ വില എന്താന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്തായാലും പൗലോസേട്ടന്റെ കീഴിലാണ് പപ്പ എന്നെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതല്ല വാസ്തവം. ഞാൻ ക്ലബിലോ ടൗൺ ഹാളിലോ ഒരു വലിയ ഗെറ്റ് ടുഗദർ നടത്തി അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അലീന എന്ന ഈ പെൺകുട്ടി എന്റെ മകളാണെന്ന്. അതാണ് ഞാൻ നിനക്ക് കൽപ്പിച്ചിരിക്കുന്ന വില. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കണം. ഇവിടുത്തെ ജോലിക്കാരെല്ലാം അനുസരണയുള്ളവരാണ്. കിച്ചണിൽ പോയി വഴക്കുണ്ടാക്കരുതെന്ന് നിനക്ക് ഞാൻ വാണിംഗ് തന്നതാണ്. പക്ഷേ നീ അനുസരിച്ചില്ല. എന്റെ ജോലിക്കാർ എന്ത് വിചാരിക്കും? ഈ സ്റ്റാലിന് പറഞ്ഞാൽ സ്വന്തം മകൾ പോലും ധിക്കരിക്കുമെന്ന് അല്ലേ? നീ അനുസരിക്കാതെ വീണ്ടും കിച്ചണിൽ പോയി വഴക്കുണ്ടാക്കിയപ്പോ അവരുടെ മുന്നിൽ ഞാനല്ലേ ചെറുതായത്? സോറി പപ്പ. പോട്ടെ, സാരമില്ല. കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി അതൊന്നും ആവർത്തിക്കരുത്. പക്ഷേ പപ്പ ചെയ്യുന്നത് വലിയ തെറ്റാ. എന്താണ്? ഇങ്ങനെ പപ്പയുടെ സ്വത്ത് നശിപ്പിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നത്, അതിലൊന്നും യാതൊരു ശ്രദ്ധയില്ലാതെ അലസനായിട്ടിരിക്കുന്നതും. അങ്ങനെയൊക്കെ നോക്കി പിശുക്കി ജീവിച്ചിട്ട് എന്താണ് കാര്യം? മരിക്കുമ്പോ ഞാൻ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാം ഇവിടെ ഇട്ട് പോകണ്ടേ? പപ്പ ഇപ്പൊ പറഞ്ഞത് ശരിയാ. മരിക്കുമ്പോ നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല, എല്ലാം വെച്ചൊഴിഞ്ഞു പോണം. പക്ഷെ പപ്പ ഒന്ന് ഓർക്കണം, ഇതൊന്നും നമ്മുടേതല്ലായിരുന്നു. നമ്മൾ ജനിക്കുന്നതിന് മുൻപും ഈ ഭൂമിയും ഈ വെള്ളവും സസ്യജാലങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വർഷം മുൻപേ ഉണ്ടായിരുന്നു. മനുഷ്യനുണ്ടാകുന്നതിന് മുൻപേ ഇതെല്ലാം ഉണ്ടായിരുന്നില്ലേ? പല തലമുറ കൈമാറി ഇത് പപ്പയുടെ കയ്യിലെത്തി.
നമ്മുടെ കാലം കഴിഞ്ഞാലും ഇതെല്ലാം ഇവിടെ ഉണ്ടാവും. ഈ മണ്ണും വെള്ളവും മഴയും വെയിലും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മേഘങ്ങളും എല്ലാം. നമ്മൾ വെറും സൂക്ഷ്മകാരം മാത്രം അല്ലേ? നമ്മുടെ കയ്യിലിരിക്കുമ്പോ ഈ സ്വത്ത് നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ധാരാളിച്ച് കളയാതെ, നശിപ്പിക്കാതെ, ചോർത്തി കളയാതെ നമ്മളിത് സംരക്ഷിക്കണ്ടേ? എനിക്ക് ശേഷം എന്തു ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഭയങ്കര തെറ്റല്ലേ പപ്പ? നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോ നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? നീ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടാ തോന്നും ഞാനെന്തോ മഹാപരാധം ചെയ്തെന്ന്. നമ്മുടെ കയ്യിൽ വന്ന സ്വത്ത് നശിപ്പിക്കുന്നത് മഹാപാപം തന്നെയാ. അങ്ങനെ ചെയ്യാൻ പപ്പയ്ക്കെന്നല്ല ആർക്കും അവകാശമില്ല. ഇനിയും ലക്ഷക്കണക്കിന് തലമുറയ്ക്ക് ജീവിക്കേണ്ട ഭൂമിയല്ലേ ഇത്? ഓരോരുത്തര് തോന്നിയ പോലെ ദൂർത്തടിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ഇനി വരാനുള്ളവര് നല്ല വെള്ളം കിട്ടാതെ, നല്ല വായു കിട്ടാതെ, നല്ല ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടേണ്ടി വരത്തില്ലേ? അങ്ങനെ ആലോചിക്കുമ്പോ ഒരു ഇല വെറുതെ നുള്ളിക്കളയാൻ നമുക്ക് തോന്നൂ? ഒരു അരിമണി തൂകി കളയാൻ തോന്നൂ? ലോകം എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് പോയിക്കോളൂ. നീ അതൊന്നും ഓർത്ത് തല പുണ്ണാക്കണ്ട. ഒരു കാര്യം ശരിയല്ലെന്ന് തോന്നിയാ നമ്മളിത് കറക്റ്റ് ചെയ്യണ്ടേ പപ്പ? ഇവിടെ ഒരു ശരികേടുമില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നേ. പപ്പ ഒരു കാര്യം ചെയ്യൂ. കുറച്ച് ദിവസത്തേക്ക് ഈ വീട് എനിക്ക് ഏൽപ്പിച്ചതാ. ഞാൻ ഇവിടെ ഒന്ന് അടുക്കി പെറുക്കാം, ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാം. പപ്പയുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ നോക്കിക്കോളാം ഞാൻ. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോ പപ്പയുടെ ജോലിക്കാരി ഈ വീട് നോക്കിയപ്പോഴത്തെ ചെലവും ഞാൻ നടത്തിയപ്പോഴത്തെ ചെലവും തമ്മില് തട്ടിക്കിഴിച്ച് നോക്കാം. അതിന്റെ ഡിഫറൻസ് എത്ര രൂപയാണോ അതെനിക്കിതാ. അങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ എനിക്കും കുറച്ച് പണം സമ്പാദിക്കാൻ പറ്റുമല്ലോ. നിനക്ക് എത്ര രൂപ വേണം അലീന? ഞാൻ തരാം. എന്നോട് ചോദിക്കേ. 1 ലക്ഷം, 2 ലക്ഷം, അത് 5 ലക്ഷം വേണം? നീ എത്ര ചോദിച്ചാലും ഞാൻ തരൂ. എനിക്ക് പപ്പയുടെ 1 രൂപ പോലും വെറുതെ വേണ്ട. അലീന, എന്നോട് തർക്കിക്കാൻ വരുന്നവരെ എനിക്കിഷ്ടമല്ല. എന്നെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും വരുന്നവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അനുസരണം, അതാണ് ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഗുണം. അങ്ങനെയാണെങ്കിൽ എന്നെ ഏതെങ്കിലും പട്ടിക്കൂട്ടിലിട്ട് അരച്ചേക്ക്, ഞാൻ അതിനകത്ത് കിടന്നോളാം. പുറത്തിറങ്ങുന്നേ ഇല്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ അലീന? ഇപ്പൊ എന്താണ് കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. ഞാൻ നേരിട്ട് കണ്ടതല്ലേ കിച്ചണിലെ തോന്നിയാസം. അടുക്കളയിൽ ഇതാണെങ്കിൽ തോട്ടത്തിലെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം ഞാൻ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മൾ അവരെ വിശ്വസിക്കണം. എങ്കിലേ അവർ നന്നായിട്ട് ജോലി ചെയ്യൂ. നന്നായിട്ട് ജോലി ചെയ്യുന്നില്ല പപ്പ. കുറച്ചു മുമ്പേ പപ്പ പറഞ്ഞില്ലേ, അവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ അവര് കറിയിൽ ഉപ്പ് കൂടുതലിടുമെന്ന്, കാപ്പിയിൽ പഞ്ചസാര കോരിയിടുമെന്ന്, എരിവും പുളിയും വേണ്ട പോലെ ചേർക്കത്തില്ലെന്ന്. നന്നായിട്ട് ജോലി ചെയ്യണമെന്ന് പറയുമ്പോ കറിയിൽ ഉപ്പ് വാരിയിടുന്നവന് നന്ദി ആത്മാർത്ഥത ഉണ്ടോ പപ്പ? പകരം വീട്ടാൻ വേണ്ടി കാപ്പിയിൽ തുപ്പുന്നവന് ജോലിക്ക് വെക്കാൻ കൊള്ളാവോ? അലീന, നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. കുറെ വർഷങ്ങളുടെ ശീലമാണ് ഇവിടെ ഉള്ളവർക്ക്. ഞാനും പിശുക്കി ജീവിച്ച് ശീലിച്ചിട്ടില്ല. ധാരാളം വിഭവങ്ങൾ നിറഞ്ഞ ഊണുമേശയിലാണ് ഞാൻ ഭക്ഷണം കഴിച്ച് ശീലിച്ചത്. അതിലെത്ര ഭാഗം ഉപയോഗിക്കുന്നു, എത്ര ഭാഗം വേസ്റ്റായി പോകുന്നു എന്നൊക്കെ ആലോചിച്ച് ഞാൻ തല പുകയ്ക്കാറില്ല. പപ്പ ഇത്രയും പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയാ, തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. അപ്പ ഇവിടെ ഇങ്ങനെ വില കൂടിയ ഊണുമേശയില് വില കൂടിയ ഭക്ഷണം വെറുതെ എച്ചിലാക്കി കളയുമ്പോ കഴക്കൂട്ടത്തെ ഓഫനേജില് പെൺകുട്ടി എച്ചിലെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് കൊതിച്ച് വിഷമിച്ചിരിപ്പുണ്ടായിരുന്നു. വേറെ ആരുമല്ല, സ്റ്റാൻലി പപ്പയുടെ മകള് അലീന.
അവരുടെ മക്കള് ഓരോരോ ഓർഫനേജുകളിലായി ഓരോരോ അലീനന്മാര്